ഹലോ ഗായ്സ്, ഈ ഞായറാഴ്ച ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെങ്ങോട്ടല്ല, നമ്മളെ പട്ടാമ്പി പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴൊന്നും ഇത്ര വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറച്ച് സ്റ്റാൾസും അതുപോലെ സൈഡിൽ എന്താ എക്സസൈസ് സംഭവമൊക്കെ ഉണ്ട്. ഇത് പെഡൽ ബോട്ടാണ്, ഇതിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ക്രേസി ഡാൻസ് എന്തോ ആണ്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. പിന്നെ ഇതിൽ ഞങ്ങൾ കയറിയില്ല, എന്താ പേടിപ്പെടുത്തൊക്കെ ചെയ്യൂത്രേ. ഇത് ബൗൺസി ലാൻഡാണ് കേട്ടോ. ഇതിൽ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഇതിലും കയറാം. ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ബൗൺസി ലാൻഡ് ഉണ്ട്, അതിലും കളിക്കാൻ പറ്റും. ഇതിൽ ഞാനും അമ്പും കൂടിയിട്ട് അങ്ങോട്ട് നല്ല ചാട്ടമായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ചാടണോ വേണ്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ നാണിച്ച് നിൽക്കുകയായിരുന്നു സൈഡിൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചാടാൻ തുടങ്ങി. അപ്പോൾ സംഭവം നല്ല രസമാണ്. ഇതിന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് ഈ 3 സംഭവത്തിലും കയറാമല്ലോ. ഈ ആദ്യത്തെ ബൗൺസി ലാൻഡിൽ, ആ വലിയ ബൗൺസി ലാൻഡിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ മുകളിലെത്തുമ്പോഴത്തേനും താഴെത്തുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. പക്ഷേ ആ മിഡിൽ കാണുന്ന ബൗൺസി ലാൻഡ് കുഴപ്പമില്ല. അതായത് ആ ചെറിയ ബൗൺസി ലാൻഡ് നല്ല അടിപൊളിയാണ്. വലുത് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ. ഇതാണ് കേട്ടോ ആ ചെറിയ ബൗൺസി ലാൻഡ്. ഞാനൊക്കെ വയ്യാതെ തളർന്ന് നിൽക്കുകയാണ് അവിടെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാടല്ലേ. പിന്നെ ഇവിടെ ടിക്കറ്റ് വേണ്ട കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ട് ഇതിൽ തന്നെ ചാടാൻ തുടങ്ങിയിട്ട് എനിക്കൊക്കെ വയ്യാതെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ചാട്ടമല്ലായിരുന്നു, നല്ല കളിയാണ്, നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടി കളിക്കാൻ. പിന്നെ ഇത് പെഡൽ ബോട്ടാണ്. പെഡൽ ബോട്ടിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവമൊക്കെ രസം തന്നെയാണ്. പക്ഷേ നമ്മൾ തിരിക്കാനും മറിക്കാനൊക്കെ പഠിച്ച് വരുമ്പോഴത്തേനും അവർ ഇറങ്ങാൻ പറയും കേട്ടോ. നല്ല രസമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഉൾക്കടലിൽ കൂടെ പോണ ഫീൽ തന്നെയാണ്, ബോട്ടിൽ പോണ ഫീൽ തന്നെയാണ്. എനിക്കത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല രസമാണ് കേട്ടോ. ഇത് ആദ്യമൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ ശരിയായി. പിന്നെ കൊളംബസ് എനിക്ക് പേടിയോ പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല, പക്ഷെ അമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതിൽ അവസാനമായപ്പോഴത്തേനും എനിക്കൊന്ന് കയറാമായിരുന്നൊക്കെ തോന്നി. എനിക്ക് പേടിയായത് എന്താണെന്ന് വെച്ചാൽ നല്ല സ്പീഡിലാട്ടണം കണ്ടിട്ട് കേട്ടോ. പക്ഷേ ആ ചേട്ടൻ ഇടയ്ക്ക് ഒന്ന് പെടലങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് പോകും, അപ്പോൾ മാത്രമേ സ്പീഡാവുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഇങ്ങനെ പതുക്കാടാൻ തുടങ്ങും കേട്ടോ. എനിക്ക് അവസാനമായപ്പോഴത്തേനും കയറിയാൽ മതിയെന്നായി. പക്ഷേ കുഴപ്പമില്ല, അമ്പ് നല്ല ധൈര്യവാനായിട്ട് കയറിയിരിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെയായിരുന്നു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോരാറായപ്പോഴത്തേനും ഈ ഒരു സാധനം കണ്ടു കേട്ടോ. അതിൽ ഇതിപ്പോൾ എത്രാമത്തെ ടേക്കാന്ന് എനിക്കറിയില്ല. കാരണം കുറേ നേരത്തെ നീണ്ട പരിശ്രമത്തിന് ഇതായിട്ടാണ് ഞാനത് ചെയ്യണത് കേട്ടോ. കുറേ നേരം അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ്, അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി, അങ്ങനെയൊക്കെ ശരിയായിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് ഞാൻ നേരം പോലെ ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. ഞാൻ പോകാൻ നേരത്തെ ഇങ്ങനെ കുറേ എക്സസൈസ് മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെഷീൻസ് അല്ല, അങ്ങനത്തെ എക്സസൈസ് പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ തൂങ്ങണേലൊന്നും ശരിക്കും ചാടാൻ പറ്റില്ല. പിന്നെ കുറേ സ്റ്റാൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ. പിന്നെ പോണ വഴി ഇതേ കിണർ പോലെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയാണ്. ട്രക്കിൻ്റെ രൂപത്തിലാണ് അതുള്ളത്. നല്ല രസമാണ് കേട്ടോ. പിന്നെ ടീ സ്റ്റാളിൻ്റെ ഒക്കെ ഇതൊക്കെ ചെയേഴ്സും സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വരണേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും മേ ബി സെറ്റാവുമായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.